നിലാവുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ഇന്നെന്താ ആരും വിളിക്കാത്ത? സാധാരണ ഒന്ന് രണ്ട് കോളെല്ലാം കസ്റ്റമർ കെയർന്ന് വരുന്നതാണല്ലോ. ഒരു പെൺകുട്ടീൻ്റെ സൗണ്ട് കേട്ടിട്ട് എത്ര മണിക്കൂറായി. വിളിക്കാണ്ടിരിക്കൂല, ആരെങ്കിലും വിളിക്കും. അരികിൽ വരൂ നീ, ഹൃദയം തരു നീ. ഇതാരാ ഇത്? നമ്പറാണല്ലോ. ആരായിരിക്കും? ഏതെങ്കിലും ഒരു കസ്റ്റമർ കെയർ കുട്ടിയാവണേ. ഹലോ 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 ഹലോ, കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട് മാഡം. ഇതാരായിരുന്നു? ഇത് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ട്യൂഷൻ സെൻറ്ററിൽ നിന്നാണ്. ഓക്കെ. നിങ്ങളെ വീട്ടിൽ 1 തൊട്ട് +2 വരെയുള്ള കുട്ടികളുണ്ടോ? പേരെന്തായിരുന്നു? എങ്ങനാ? നിങ്ങളെ പേരെന്താ? എൻ്റെ പേരല്ല. നിങ്ങളെ വീട്ടിലേ വീട്ടുകാരില്ലേ? വീട്ടിലേക്കൊക്കെ നമുക്ക് എത്താം. ആദ്യം ഒന്ന് പരിചയപ്പെടണ്ടേ? പേര് പറഞ്ഞ് നമുക്കൊന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് പരിചയപ്പെട്ടിട്ട് ട്യൂഷൻ തുടങ്ങാം. സെൻറ്ററിൽ നിന്നാണ്. ട്യൂഷൻ സെൻറ്ററിൽ നിങ്ങൾക്കൊരു പേരുണ്ടാവുമല്ലോ. എൻ്റെ പേരിപ്പോൾ സാർ അറിയണ്ട. ഓഹോ, ആയിക്കോട്ടെ. വീട് എവിടാ? ഹലോ ഹലോ, വീട് എവിടെയാണ്? നിങ്ങളെ വിളിച്ചതായിപ്പോയി തെറ്റ്. ഇങ്ങനെയാണോ സാധാരണ കസ്റ്റമർ കെയറിൽ? കുറച്ച് മിതത്വമായിട്ട് സംസാരിക്കും. കുട്ടികളൊക്കെ ഞാൻ തരാം. വീട് ഏകദേശം ഏത് ഭാഗത്തായിട്ട് വരൂ? നിങ്ങൾ ഇങ്ങോട്ട് അങ്ങനെയല്ല സാർ സംസാരിക്കുന്നത്. ഞാൻ 1 തൊട്ട് +2 വരെയുള്ള കുട്ടികളുണ്ടോയെന്ന് അറിയാൻ വിളിച്ചതാണ്. ആയിക്കോട്ടെ, കുട്ടികളെ നമുക്ക് നോക്കാം. മാരീഡാണോ? അല്ല, വീട്ടിൽ നോക്കുന്നുണ്ട്. വീട്ടിലെങ്ങനെ? നല്ലൊരു പയ്യനെ നോക്കുന്നുണ്ടാവും അല്ലേ? അതെ. അത് ശരി. എത്ര വയസ്സ് വരെ പോവാ? ഞാൻ വിളിച്ചത് ഞാൻ പറഞ്ഞില്ല, അതിനല്ലല്ലോ. അതിനല്ലെങ്കിൽ ഇപ്പം നോക്കുന്ന സ്ഥിതിക്ക് ഒരാളെ പെട്ടെന്ന് അത് കിട്ടിയാൽ എൻ്റെ വീട്ടുകാരാണ് നോക്കുന്നത്. നിങ്ങൾ നോക്കലില്ല? ഇല്ല. ഓഫീസിൽ പോകുന്ന വഴിക്കൊക്കെ റോഡിലൂടെ പോകുന്ന ആൾക്കാരെ നോക്കലുണ്ടോ? ഇല്ല, നോക്കാറില്ല. ഇല്ല അല്ലേ? അത് ശരി. ഓഹോ, സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. എന്നാ ശരി സാർ. അല്ല, വെക്കല്ല. ഓക്കെ, ഞാനൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇപ്പം എന്താ വേണ്ടേ? 1 തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റും എടുക്കുമോ? എടുക്കും. ആരാ, നിങ്ങളാണോ എടുക്കൽ? അതല്ല, ഞാനല്ല. എനിക്ക് ചേരാൻ പറ്റുമോ? ഇത് 1 തൊട്ട് +2 വരെയുള്ള പ്രായമുള്ളവർക്കുള്ളതല്ല. അല്ല, എനിക്കതിന് അത്ര പ്രായമൊന്നുമില്ല. സൗണ്ട് കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഞാനിപ്പം +2ലേക്ക് കടക്കാൻ നിൽക്കുക. ഹലോ ഹലോ, അപ്പോഴേക്കും പിണങ്ങിയോ? ഹലോ ഹലോ, പിണങ്ങല്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. 1 തൊട്ട് +2 വരെയുള്ള എത്ര കുട്ടികളെ വേണോ? എത്ര കുട്ടികളുണ്ടെങ്കിലും പ്രശ്നമല്ല. ട്യൂഷന് ചേരാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ഒരു കുട്ടീനെ പറഞ്ഞു തന്നാൽ എനക്കെന്ത് കിട്ടും? അങ്ങനൊന്നുമില്ല. കമ്മീഷനൊന്നും ഇല്ല? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് എന്നെ വിളിക്കുമോ? എന്നാൽ ഓഫീസിൽ നിന്നല്ല, നിങ്ങളൊന്ന് പേഴ്സണലി. ഇത് ഓഫീസ് നമ്പറാണ് സാർ. അതിലൊന്നും വേണ്ട. പേഴ്സണൽ നമ്പർ, എൻ്റെ നമ്പർ നോട്ട് സാർ ചെയ്തിട്ട് വിളിച്ചാൽ ഇങ്ങനൊന്നും മതി. സംസാരിക്കരുത്. ഓക്കെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല അല്ലേ? ശരി, എന്നാൽ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ എൻ്റെ വർക്കായതുകൊണ്ട് അങ്ങനെ വിളിച്ചതാണ്. സീരിയസ് ആയിട്ട് ഞാൻ വേറെ കാര്യം പറയാം. കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ? ഹലോ, വെക്കല്ല. ഓക്കെ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ വിളിച്ചത് 1 മുതൽ +2 വരെയുള്ള കുട്ടിയൊക്കെയല്ലേ? ഇവിടെ എൻ്റെ അയൽവക്കത്ത് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? പറ്റിയല്ലോ. എത്രാം ക്ലാസ്സാണ്? അത് 9ാം ക്ലാസ്. 9 10ലേക്ക് ജയിച്ചു തോന്നുന്നു. ഇപ്പം 10ലാണെന്ന് തോന്നുന്നു. ഓക്കെ. ഒരു ഡീറ്റെയിൽസ് ഒക്കെ. ഒരു പ്രശ്നമുണ്ട് ചെറിയ. എന്താണ്? ആ കുട്ടിക്ക് കാഴ്ചയില്ല. കാഴ്ചശക്തി ഇല്ലാത്ത കുട്ടിയാണ്. ആ കുട്ടീനെ പഠിപ്പിക്കാൻ കാണൂല? ഇല്ല, പക്ഷെ ഭയങ്കര ബ്രൈറ്റ് സ്റ്റുഡൻ്റാണ്. സ്കൂളിലൊക്കെ ഫസ്റ്റൊക്കെ വാങ്ങുന്നതാണ്. ഒരുപാട് കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ ആയിട്ട്. ഞാൻ ഈ നമ്പറിൽ നോക്കിയിട്ട് വിളിക്കാം.
നോക്കിയിട്ട് ഓ അത് നിങ്ങൾ നോക്കിയിട്ട് വിളിക്ക്. ഈ അല്ലാണ്ട് നമ്പറിലേക്ക് പേഴ്സണൽ നമ്പർ നോക്കിയിട്ട് തരുമോ? അറിയിക്കാം. അത് നിങ്ങൾ അറിയിച്ചാൽ മതി. പേഴ്സണൽ നമ്പർ സാർ പറയുന്നൊന്ന് കേക്ക്. ആ ഓക്കെ പറഞ്ഞോളൂ. ഈ നമ്പറിലേക്ക് കുട്ടീനെ എടുക്കെങ്കിൽ വിളിക്കട്ടോ. കുട്ടീന ഹലോ കുട്ടീനെ എടുക്കുന്നോ? ഹലോ വെച്ചോ? ഒരു ഫ്ലോയിൽ വന്നതായിരുന്നു അപ്പണേക്കും വെച്ച്. ഹലോ സാർ പറയാ. ഇത് ഇപ്പോഴൊരു കസ്റ്റമർ വിളിച്ചിരുന്നേ. അപ്പോൾ അവർ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് പറഞ്ഞേ, പിന്നെ കാഴ്ചയില്ലാത്ത അവരെ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? കാഴ്ചയില്ലാത്ത കുട്ടികളെ ഇപ്പം നമ്മളെങ്ങനെയാണ് പഠിപ്പിക്കുക? അത് നടക്കൂല. മാണ്ടാത്തതിനൊന്നും നിൽക്കണ്ട. പൈസ കിട്ടുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്ക് വേറെ. അപ്പോൾ അവരിനി വിളിച്ചാലോ? ഓല് വിളിക്കുമോ? അങ്ങനെ വിളിച്ചാൽ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞേക്ക്. കാരണം ആ കുട്ടീനെ നമ്മൾ പഠിപ്പിച്ചിട്ട് ആ കുട്ടി തലേ കാര്യക്കില്ലെങ്കിൽ അവസാനം നമ്മളെ തലയിലാവും. അപ്പോൾ അവനൊക്കെ പഠിക്കാനൊക്കെ പറ്റുമോ? അതൊക്കെ ബുദ്ധിമുട്ടാവും നമുക്ക്. അങ്ങനത്തെ കുട്ടികളൊന്നും നമുക്ക് എടുക്കാൻ പറ്റൂല. ഓക്കെ സാർ. ഓക്കെ ആയിക്കോട്ടെ. അങ്ങനത്തെ അതിനൊന്നും നിൽക്കണ്ട കേട്ടോ. ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത നല്ലോണം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് അധികം മെനക്കേടാണ്ട് കാര്യങ്ങൾ നടക്കും. ഇല്ലാണ്ട് അതിന് നിന്നാൽ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതൊരു മോശമാവും. പിന്നെ ഫീസിൻ്റെ കാര്യം എല്ലാവരോടും പ്രത്യേകം പറയണം കേട്ടോ. എനിക്കും തരണമല്ലോ മാസാമാസം. അങ്ങ് ഉഷാറായോട്. ഇങ്ങനെ തമാശ കളിച്ചാൽ സാലറി കിട്ടൂല. എല്ലാവരെയും വിളിച്ചിട്ട് നല്ലോണം അങ്ങ് സോപ്പിട്ടിട്ട് ഇതാക്ക് കേട്ടോ. ഒരു കസ്റ്റമർ വിളിച്ചിട്ട് ഇനി കുറച്ച് മോശമായിട്ട് സ്ട്രോങ് ആയിട്ട് പറയുന്നത് കുറച്ച് പഞ്ചാരയെല്ലാം ചേർത്തി പറഞ്ഞോ. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് 4 കായ് കയ്യിൽ വരണം എന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം. അതിനി മറക്കണ്ട കേട്ടോ. ഇല്ലെങ്കിൽ സാലറി ഞാൻ കട്ട് ചെയ്യും. എന്നാ വെച്ചേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് പഠിച്ചുകൊണ്ടേ ഇരിക്കൂ എന്നാണ് അല്ലേ? എന്താ മിന്നോ? മിന്നുവിന് ഭയങ്കര പിന്നെ ഇങ്ങനത്തെ ഒന്നും എനിക്ക് പറ്റൂല. എനിക്കൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത സംസാരം എൻ്റെ എന്നുള്ള പ്രശ്നം ഇവക്ക്. ഇനി വിദ്യാഭ്യാസം ഇല്ലാത്ത സംസാരമാണ് ആര് പറഞ്ഞേ? അത് കണ്ടോല് പറയട്ടെ. അങ്ങക്ക് അങ്ങനെ തോന്നിക്കോ? അവൾ അങ്ങനത്തെ കുറേ കോംപ്ലക്സുകളാണ് ഇവക്ക്. എൻ്റെ സംസാരം ശരിയില്ല, എനിക്ക് എത്ര പഠിപ്പില്ല അങ്ങനെ ഞാൻ പറയുന്നതോ. എന്താ എന്തെന്ന് നല്ലോണം അല്ല അഭിനയ. ഞാൻ ശരിക്കും അങ്ങനെ കോളേജ് പഠിക്കും മാറ്റം 1-2 കുട്ടികളെ നോക്കി കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഇങ്ങനെ ഇരുന്നങ്ങ് പറഞ്ഞാലോ. പിന്നെ വിചാരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരു സിനിമ കാണുമ്പോഴുള്ള കഥ നമ്മൾ മനസ്സിലുണ്ടാകും. പക്ഷേ അതേ കഥ ഒരാൾ ഇരുന്ന് ക്ലാസ് എടുത്താൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു രീതിയിൽ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ഇപ്പോഴത്തെ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ട്യൂഷൻ സെൻറ്ററിൽ അഡ്മിഷൻ കിട്ടാത്തത് ഇല്ലേ? അപ്പോൾ മിന്നുവിന് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മിന്നോ, ഇഞ്ച അനുഭവം? എൻ്റെ അനുഭവം പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ +1 റിസൾട്ടൊക്കെ അറിഞ്ഞ് +1 കിട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ ക്ലാസ് തുടങ്ങാൻ. ആ സമയത്ത് ഇങ്ങനെ ഞാനും ഉമ്മയും എന്തോ ഒരു ആവശ്യത്തിന് എവിടെ പോകുമ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയി നോക്കാനുള്ള കാരണം ഉണ്ടായത് ഈ പത്രത്തിൻ്റെ ഒപ്പരമൊക്കെ ഇങ്ങനെ പരസ്യം വരലുണ്ടായിരുന്നു. ഇങ്ങനെ എന്നെ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട് ട്യൂഷനിൽ. അതിൽ തന്നെ നമ്പറും കൊടുക്കലുണ്ട്. പക്ഷെ നമ്പറിലൊന്നും വിളിക്കാണ്ട് അമ്മനോട് പറഞ്ഞ് നമുക്ക് ഏതായാലും ആ ഭാഗത്തേക്കല്ലേ പോകുന്നത്, ഒന്ന് നമ്മൾ അവിടെ ഒന്ന് കയറി ഇങ്ങനെ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഉമ്മയും അവിടെ പോയി ഇങ്ങനെ ക്ലാസ്സൊക്കെ ആദ്യം കണ്ട്. പിന്നെ അങ്ങനെ ഓഫീസിലേക്ക് പോയി. അവിടെ ഉണ്ട് അടുത്ത പ്രിൻസിപ്പാൾ പറഞ്ഞു. അപ്പോൾ ഓരോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഓലോട് പോയി ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ 10ാം ക്ലാസ് എനിക്ക് ട്യൂഷൻ +1 ട്യൂഷനല്ല, എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ടാവുമല്ലോ, അത് പഠിക്കാനാണ്. അതിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ആ നോട്ടീസിൽ അങ്ങനെയായിരുന്നു കണ്ടത്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ടെന്ന്. അങ്ങനെ കണ്ട് സാറോട് ചോദിച്ചപ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും കാണിച്ചില്ല. കാണിക്കാണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് കാഴ്ചക്കുറവുണ്ട്,
അപ്പോൾ മറ്റു കുട്ടികൾ നോട്ട് എഴുതും പോലെ നോട്ടിൽ എഴുതിയെടുക്കാൻ കഴിയൂല, കേട്ട് പഠിക്കാനേ ആവും. പിന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയും. അല്ലാണ്ട് അന്നേക്ക് റെക്കോർഡുള്ള സംഭവം ഒന്നിക്ക് അന്ന് അറിയൂല. ഇപ്പൊ റെക്കോർഡറൊക്കെ ഉണ്ടല്ലോ. അതിനെ കുറിച്ച് എനിക്ക് അറിയൂലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഫോൺ ഉപയോഗിക്കാൻ പറ്റൂലാന്ന്. പിന്നെ സ്വാഭാവികമായിട്ട് ആരതോടും ഒരാൾ മാത്രം ഉപയോഗിച്ചാൽ പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞെനിക്ക് നോട്ട് എഴുതാൻ കഴിയൂലെന്നേ ഉള്ളൂ, ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും എഴുതിയെടുത്തോളാം, അപ്പം എഴുതാൻ കഴിയൂല, കേട്ട് പഠിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് നോക്കട്ടെ, സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്ത്. അപ്പോൾ ഉമ്മാൻ്റെ നമ്പർ തന്നേക്കെന്ന് പറഞ്ഞ് നമ്പർ വാങ്ങി വെച്ച് ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ വിളിക്കുക, എന്നിട്ട് ഇതാക്കാന്ന് പറഞ്ഞു. ആദ്യം ഭയങ്കര ഇതായിരുന്നു, കാഴ്ചന്റെ പ്രശ്നമൊക്കെ ഭയങ്കര ട്യൂഷൻ ഇത്രയാണ് ഫീസ്, ഇത്ര ദിവസം കൊണ്ട് പഠിപ്പിച്ചെടുക്കും, ഇത്ര ദിവസം കൊണ്ട് കുട്ടികളെ ഉഷാറാക്കിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല ഇതായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ പിന്നെ 2 ദിവസത്തിനുള്ളിൽ വിളിക്കുക, ഇപ്പം നിങ്ങൾ പോയിക്കോളി പറഞ്ഞാൽ പറഞ്ഞേച്ച്. പക്ഷെ അപ്പോളെ എനിക്ക് തോന്നിക്കുന്ന ഒരു വിളിക്കൂല, ഇത് ആദ്യത്തെ ഒരു സ്വീകരണം പോലെ അല്ലാത്തത് കൊണ്ട്. പക്ഷെ എനിക്ക് അതേപോലെ അവരെടുക്കാത്ത തോന്നിയത് വെച്ചാൽ ഇത് നമ്മളോരോ ട്യൂഷൻ സെൻറ്ററിൽ ഇത്ര വിജയം എന്നൊക്കെ പറഞ്ഞാൽ കാണണ്ടല്ലോ എക്സാമിന്. അപ്പോൾ അവർ വിചാരിച്ചേക്കും ഞാൻ അവിടെ ചേർന്ന്. അങ്ങനെയല്ല, കേട്ട് പഠനം മാത്രമാണല്ലോ. അപ്പം എങ്ങനെയെങ്കിലും ഒരു കുട്ടീനാല ട്യൂഷൻ സെൻറ്ററിനൊരു പേര് വരണ്ടാന്ന്. 100% പഠിക്കുമെന്ന് ഉറപ്പുള്ള കുട്ടികളെ നിങ്ങൾ എന്ത് പഠിപ്പിക്കുവാനാ? അങ്ങനെ നിങ്ങൾക്ക് എന്ത് ഈ പിന്നെ ഇവള് പറയണ്ടെന്ന് പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് നമ്മൾ പറയുന്നില്ല, പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞൂടെ? അത് വേണ്ട. അത് പറയുന്നത് നമ്മൾ എന്തിനു പഠിക്കുന്നത്? ആടെ എത്ര സ്ഥാപനം ഉണ്ട്? അത് വേണ്ട, അത് മനസ്സിലാവും. ആടെ അതേ ഉള്ളൂ? അല്ല, അത് സ്പോക്കൺ ഇംഗ്ലീഷ് അത് അന്ന് ആ സമയത്തെ എല്ലായിടത്തും നോട്ട് ഭയങ്കര പരസ്യമായിരുന്നു. ശരിക്ക് പറയേണ്ടത് തന്നെയാണ്, നമ്മളൊരു മാന്യത വെച്ച് നമ്മൾ പറയുന്നില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങളോട്, പിന്നെ ഈ ശരിക്ക് നിങ്ങളൊക്കെ വൻ പരാജയമാണ്. നിങ്ങൾ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് നിങ്ങളൊരു സ്ഥാപനം നടത്തുന്നു, പക്ഷേ നിങ്ങൾ 100% പരാജയമാണ്. ഇവരെ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, ഇവർക്ക് വേറെ പറഞ്ഞാൽ മനസ്സിലാവാത്ത ബുദ്ധിപരമായ പ്രശ്നങ്ങളൊന്നും ഇവർക്കില്ല. എഴുതാൻ പറ്റില്ല. ഫോണ് ചില എക്സെപ്ഷണൽ കേസിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്ത് അതിൽ റെക്കോർഡ് ചെയ്യാനല്ല, അല്ലാണ്ട് ഗെയിമുകൾ പിന്നെ FB ഇത് ഇൻസ്റ്റ ഒന്നും യൂസ് ചെയ്യാനൊന്നും അല്ലല്ലോ. അതിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു പർപ്പസിന് ഫോൺ ഉപയോഗിച്ചെന്ന് പറയുന്നത് എന്ത് തെറ്റാണ്? മാത്രമല്ല നിങ്ങളെ വിജയത്തിനൊക്കെ ഭയങ്കര അല്ലേ, എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ വേറെയും പ്രഗത്ഭരായ കുറച്ച് ആൾക്കാരെയൊക്കെ കോൺടാക്ട് ചെയ്തിരുന്നു, കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കുമോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ അവരും വിളിക്കാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. അതെന്തേ? ഇവർക്ക് നിങ്ങൾ പിന്നെ എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ, ബോർഡ് മെയ്ത് കാണാൻ പറ്റില്ല എന്നുള്ളത്. ഇവരൊക്കെ ബ്രൈറ്റ് സ്റ്റുഡൻസ് എത്ര കുട്ടികളുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? വലിയ നമ്മളെല്ലായിടത്തിലും പോയി പ്രസംഗിക്കും, ഡിഫറെൻറ്റ് ലേബിൾഡായ മക്കൾ അങ്ങനെയാണ്, കാഴ്ചപ്പരിമിതിയുള്ള കുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് മുഖം തിരിച്ച് കളയുന്നത്. എന്ത് കാര്യത്തിനാണ് പിന്നെ നിങ്ങളെല്ലാം ഇവിടെ 100% പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ ഇവിടെ നിങ്ങളുമാണോ? ഓലം പഠിച്ചോളൂ അല്ലേ? അല്ല അല്ലേ? ഒരമർശം പറഞ്ഞത് വേറെ എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് അത്രേ അനുഭവം ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഓല് പിന്നെ വിളിക്കൊന്നും ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് അതിന് അന്നേരം മനസ്സിലാക്കുന്നു വിളിക്കൊന്നുമില്ല. ഓല് ഇപ്പൊ എന്നിട്ട് ഓല് ഇപ്പൊ ഉണ്ടോ നിലവിൽ? ആ സ്ഥാപനം അവിടെ ഉണ്ടോ? ഓ, സ്ഥാപനം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കാണുമ്പം തന്നെ ദേശീയ സ്ഥലം ഒന്ന് പറയണ്ട നമ്മള്? വേണ്ട, സ്ഥലം പറയണ്ട. ഓല് ഇനി എന്താക്കുവാനാ പറഞ്ഞാല്? വേണ്ടായിട്ടാ സ്ഥലം പറയണ്ട. അപ്പോൾ പിന്നെ ഓക്കെ പറയണ്ട, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ കാഴ്ചയില്ലാത്തതെന്നില്ല, സംസാരിക്കാത്തത് ഒക്കെ ഓലതായ ഭാഷയൊക്കെ ഓല് പഠിക്കും. പക്ഷെ കാഴ്ചയില്ലാത്തവരാണെങ്കിൽ കേട്ട് പഠിക്കും. പക്ഷെ മറ്റുള്ളവർ എഴുതി പഠിക്കുകയാണ് അതിനെക്കാട്ടി മുമ്പ് ആയിരിക്കും കാഴ്ചയില്ലാത്തവർ കേട്ട് പഠിക്കുക. പക്ഷെ ആ കേട്ട് പഠിക്കുന്ന മറക്കുക തന്നെയല്ല, ഓലെ ഓർമ്മയിലുണ്ടാകും. പക്ഷെ മറ്റുള്ളവരെ എഴുതിയത് ഇങ്ങനെ വായിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷെ അതെല്ലാവർക്കും അറിയാൻ കഴിയുന്നില്ല. ഇവർക്ക് ഓള് പറഞ്ഞാൽ ശരിയാണ്, ഓൾക്കൊരു കാര്യം പഠിച്ചാൽ അത് മെമ്മറിയിലുണ്ടാകും. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നല്ല ബുദ്ധിശക്തിയുള്ള ആൾക്കാർ ഒരുപാട് ഇന്ന് തന്നെ ഏതൊക്കെ ജോലി മേഖലകളിൽ ഇവരുണ്ട്. അധ്യാപന രംഗത്തായാലും പിന്നെ ഒട്ടേറെ വലിയ മേഖലകളിലൊക്കെ കാഴ്ച പരിമിതിയുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ കഴിവ് കാഴ്ചയുള്ള ആളുകളെക്കാട്ടും ഒരുപാട് മുന്നിലാണ്. പക്ഷേ ഇത്തരം എന്ത് വാക്കാ പോലെ വിശേഷിപ്പിക്കാന്നറിയില്ല, ഇത്തരം ചില ആളുകളുണ്ടല്ലോ, അവർ വിചാരിക്കും ഇവരെ മുന്നിലേക്ക് വരരുത്, ഇവർക്കൊന്നിനും പറ്റൂല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്നും അതിൽ നിന്നൊക്കെ നിങ്ങളിങ്ങനെ അകറ്റി നിർത്തുന്നില്ലേ?
നിങ്ങൾ അതിനുള്ളത് നിങ്ങൾക്ക് ഒരിക്കൽ കിട്ടും. നിങ്ങളെ സ്ഥാപനം നിങ്ങൾ ഇവരോട് ചെയ്തതിന് ഒരു ദിവസമോ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിക്കോളും. ഞാനിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെ ഈ വീഡിയോ കാണുന്ന നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു ട്യൂഷൻ സെൻറ്റർ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡായ ഈ കാഴ്ച പരിമിതിയുള്ളതോ അങ്ങനെ ഒരു കുട്ടി വന്നാൽ 100% നിങ്ങൾ അഡ്മിഷൻ കൊടുക്കണം. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും മോശമായിട്ടൊന്നും വരില്ല. ആ കുട്ടിയും കൂടെ പഠിപ്പിച്ച് നമ്മൾ ബ്രൈറ്റാക്കി എടുക്കുക, അതല്ലേ നമ്മളെ ഇത്. അല്ലാണ്ട് ഫുൾ A+ വാങ്ങുന്ന ഉറപ്പുള്ളവനെ നമ്മളൊന്ന് താങ്ങുന്നതിന് എന്ത് കാര്യമുള്ളത്? ഓനങ്ങ് വാങ്ങിക്കോളൂ. ഇല്ലാത്തവരെ പഠിപ്പിക്കുമ്പോഴല്ലേ അത് ഇതാവുക. ഞാനങ്ങ് ഇറങ്ങുന്നതിന് പക്ഷേ എനിക്ക് ഡിഗ്രിയിൽ ഒരു 5 പേപ്പർ ബാക്കാ. ഞാൻ എന്ത് പഠിപ്പിക്കാനാ? ആ സമയത്ത് റാഗിങ് അത് ഇത് എന്ന് പറഞ്ഞ് നടന്നിട്ട് പേപ്പർ അങ്ങ് ബാക്കായി പോയി. പിന്നെ ആ സമയത്ത് ഞാൻ വളരെ നല്ലൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എവിടെയോ എത്തേണ്ടതേനു. അത് പോട്ടെ, എവിടെ എന്നാ പിന്നെ എനിക്ക് പേരെന്ന് പറഞ്ഞൂടേനോ? പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് തന്നെ ഇപ്പോഴല്ലേ പറഞ്ഞത് എന്ത് ട്യൂഷൻ സെന്റർ? ആ പേരല്ല, നീ നേരത്തെ വിളിച്ചേറിഞ്ച പേരെന്നൊന്നും ചോദിച്ചില്ലേന അയാള്? അത് പറയാൻ സൗകര്യമല്ല. അപ്പം ഗൈസ് കൂടുതലായിട്ടൊന്നും ഇല്ല, ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. ഇപ്പം ട്യൂഷൻ സെൻറ്ററിൻ്റെ ഒക്കെ ഒരു ടൈം ആണല്ലോ അല്ലേ. ഇപ്പോൾ ജനുവരി ക്ലാസ് തുടങ്ങുകയല്ലേ, അല്ല ജൂണിൽ ക്ലാസ്സൊക്കെ തുടങ്ങുകയാണ്. ട്യൂഷൻ സെൻറ്ററിൻ്റെ ഒക്കെ അഡ്മിഷൻ്റെ ടൈമൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മനസ്സിൽ വെക്കണം. കാഴ്ചാപരിമിതിയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ നിഷേധിക്കുന്ന ഒരു സ്ഥാപനം നമ്മളെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് അത് നമുക്ക് അപമാനമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇവർക്ക് എന്തോ എക്സ്ട്രാ ആയിട്ട് എന്തോ ചെയ്തു കൊടുക്കണം. റെക്കോർഡ് ചെയ്യാനുള്ള ഒരു റെക്കോർഡർ ഓല കയ്യിലുണ്ടാവും. വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കണ്ട. പറയുന്ന കാര്യം റെക്കോർഡ് ചെയ്തിട്ട് സമയത്താണ് ഫോണും കൊണ്ടോണ്ട, റെക്കോർഡർ ഉണ്ടല്ലോ. വേറെ എന്തും നിങ്ങൾ ഇവർക്ക് ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. ക്ലാസ് അങ്ങ് എടുത്താൽ മതി. ഓലിക്ക് ബോർഡ് കാണൂല, എഴുതാനും പറ്റൂല. അത് മാത്രമേ ഉള്ളൂ ആ ഒരു സംഭവം. ഇത് സ്കൂളൊന്നും അല്ലല്ലോ അസൈൻമെൻറ്റ് സെമിനാറെല്ലാം വെക്കുക. ഓല് പഠിച്ചിട്ട് അതിൽ പെർഫോം ചെയ്യാന്നുള്ളതല്ല. ചില കാര്യങ്ങൾ അങ്ങ് വിട്ടുകൊടുത്താൽ ഇപ്പം എന്താ ഒരാളെ പഠിക്കുന്നതിന് നിങ്ങൾ എതിര് നിൽക്കുന്നത്? കഷ്ടം തന്നെ കേട്ടോ. എത്ര ഡെവലപ്പ്ഡാന്ന് പറഞ്ഞിട്ട് എന്താ? ഈ കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ നിന്ന് മാറുമല്ല. നമ്മളെല്ലാം ഒന്ന് ഉയർന്ന ലെവലിലായിട്ട് വേണം ഇതെല്ലാം പൊളിച്ചെഴുതിയിട്ട് കുട്ടികൾക്കെല്ലാം വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ബിൽഡിങ്ങുകളെല്ലാം തുറന്നിട്ട് കൊടുക്കുക ഇൻഷാ അല്ലാ. ഇല്ലേ? എന്താ പറയുന്നത്? അതെ. എന്നാ പിന്നെ വേറൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, വേറൊന്നുമില്ല. നിങ്ങളെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, കല്യാണം അടുത്ത മാസം. വീട്ടിൽ നോക്കുന്നുണ്ട് അല്ലേ? ഓവറാക്കല്ലേ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഫ്രണ്ട്സ്, കൂടുതലായിട്ടൊന്നും ഇല്ല. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ട്യൂഷൻ സെൻറ്റർ നടത്തുന്നുണ്ടെങ്കിൽ അവരോട് പറയാം ഇത്തരം കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണം, അതിൻ്റെ പേരിൽ വരട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ. ഓൺലൈനായിട്ടായാലും എങ്ങനെ ആയാലും അല്ലേ? അതെ, ഓൺലൈനായിട്ടൊക്കെ അത് തന്നെ. ഓൺലൈനായിട്ട് കേട്ട് പഠിക്കാൻ ഭയങ്കര ഇതായി ഹെൽപ്ഫുൾ ആണ്. അത് തന്നെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ. അല്ലേ? എന്നാണ് ഈ ചോട് യാ അല്ലാ.